ഇപ്പോൾ തൃശൂർ പാലപ്പള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു എന്ന വാർത്ത വരുന്നു. പുലർച്ചെ 6 മണിയോടെയാണ് ആന കുഴിയിൽ വീണത്. ആന അവശനിലയിലാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, മണിക്കൂർ കുറേ ആയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ആനയെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്? ദുഷ്കരമായ ദൗത്യമാണോ? അനുജ, 4 മണിക്കൂർ പിന്നിടുകയാണ് ഈ കാട്ടാന കുഴിയിൽ വീണിട്ട്. കുഞ്ഞാനയാണ്, ചെറിയ ആനക്കുട്ടിയാണ്. അത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആളൊഴിഞ്ഞ ആൾതാമസമില്ലാത്തൊരു വീടിന്റെ പിൻവശത്തുള്ള സെപ്റ്റിക് ടാങ്കിന് വേണ്ടി എടുത്തിട്ടിരുന്ന കുഴിയിലേക്ക് വീണത്. പിന്നീട് രാവിലെ 8 മണിയോടുകൂടി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയെങ്കിലും വലിയ ശ്രമകരമായ ജോലിയാണ് ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമായിരുന്നു. കാരണം ഇതിന്റെ പിൻഭാഗത്തെ 2 കാലുകൾ അത് ഈ മണ്ണിനടിയിലേക്കായിരുന്നു. ഒപ്പം വീഴ്ചയുടെ ആഘാതത്തിൽ വശങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ കല്ലുകൾ അത് ആനയുടെ ദേഹത്തേക്ക് പതിക്കുകയും ചെയ്തു. ഈ കല്ലുകൾ എടുത്തു മാറ്റി മണ്ണിനടിയിലേക്ക്, കഴിഞ്ഞ ദിവസത്തെ മഴയിലൊക്കെ പുതഞ്ഞു കിടക്കുന്ന മണ്ണിനടിയിലേക്ക് ആഴ്ന്നു പോയ കാല് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം JCBയുടെ ഒക്കെ സഹായത്തോടു കൂടി ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും അത് വലിയ ശ്രമകരമായ ജോലിയാണ്. അതിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങുന്നത് പ്രതികൂലമായ ഒരു അവസ്ഥയാണ് രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും വലിയ ശ്രമകരമായ ജോലി, വലിയ ദൗത്യം തന്നെ വനംവകുപ്പ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും കാട്ടാനയാണ്. ഏതെങ്കിലും തരത്തിൽ അതിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയാൽ തന്നെ അത് പുറത്തേക്ക് ഇറങ്ങി ഓടാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നൊക്കെ തന്നെ പറയാം. ആനയ്ക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് നിലവിൽ JCBയുടെ സഹായത്തോടെ. ആ വഴി ഒരുക്കി കഴിഞ്ഞാൽ ആ വഴി ആനയ്ക്ക് പുറത്തേക്ക് കടക്കാനാകും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുന്നു. ആന വളരെ അവശനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത രീതിയിലുള്ള ഒരു അവശതയിലേക്ക് കടന്നിരിക്കുന്നു. ഒപ്പം രാവിലെ മുതൽ വെള്ളമോ മറ്റോ ഒന്നും കിട്ടിയിട്ടുമില്ല. അത് താഴേക്ക് എത്തിക്കാനുള്ള ചില തടസ്സങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അവശത ആന അനുഭവിക്കുന്നുണ്ട്. സ്വയം ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ്. ദേഹത്ത് പരിക്കുകളുണ്ട്. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അവശത മാറ്റാൻ നിലവിൽ അപ്രായോഗികമായ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. താഴേക്ക് ആളുകൾക്ക് ഇറങ്ങുന്നതിൽ പ്രശ്നമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആനയ്ക്ക് സ്വയം എഴുന്നേൽക്കാനാവുന്നില്ല എന്നുള്ളതാണ് വെല്ലുവിളി. കയറുകെട്ടി ഉയർത്തിയെടുക്കാമെന്നുള്ള ഒരു സാധ്യത ആദ്യം പരിശോധിച്ചിരുന്നു. പക്ഷേ ആന തല കീഴായാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ചുറ്റും ഈ ബെൽറ്റ് ഇടുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ വനംവകുപ്പ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ആനയുടെ വശങ്ങളിൽ കിടക്കുന്ന മണ്ണ് പൂർണ്ണമായി മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. JCB ഉപയോഗിച്ചാണ് ആ ശ്രമം നടത്തുന്നത്. പക്ഷെ ആനയുടെ ദേഹത്തേക്ക് JCBയുടെ കൈ കൊള്ളുകയോ അത് മറ്റൊരു പരിക്കിലേക്ക് പോവുകയോ ചെയ്യാതെ അത് നടത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കൂടുതൽ JCBകളും ഒപ്പം ഈ മണ്ണ് മാറ്റാൻ മനുഷ്യ സഹായവും എല്ലാം വനംവകുപ്പ് തേടിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ സ്ഥലത്തേക്ക് എത്തും. കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആനയാണ്. കുറെ നേരമായി കാണുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് മറ്റ് കുറച്ച് ആനക്കൂട്ടം ഈ കാടിന്റെ വശത്തായി, ഈ നിലവിൽ ആന കിടക്കുന്ന കുഴിയുടെ വശത്തായി കാത്തു നിൽക്കുന്നു എന്നുള്ള വിവരം കൂടി വനംവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ ആനയെ എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് അനുജ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയുടെ ആരോഗ്യാവസ്ഥ അത് വളരെ പ്രധാനമാണ്. അതിന് മറ്റ് പരിക്കുകളില്ലാതെ അതിനെ പുറത്തെത്തിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇനിയും സമയമെടുത്തേക്കാവുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനവും ശ്രദ്ധാപൂർവവുമാണ് നിലവിലത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അശ്വിൻ, ഇത് കാഴ്ചയ്ക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. ഇത് കുറേ മണിക്കൂറുകളായി, ഒരു 5-6 മണിക്കൂറായി അങ്ങനെ കിടക്കുകയും ചെയ്യുകയാണ്. ആ നിസ്സഹായതയുടെ അങ്ങേയറ്റം നമ്മൾ ഈ ദൃശ്യങ്ങൾ കൂടി അത് കാണുകയുമാണ്. ഇപ്പോൾ ഇനി എന്താണ് പ്ലാൻ? എന്താണ് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ അശ്വിൻ? ഹാഷ്മി, നിലവിൽ ഈ വനം വകുപ്പ് ഇട്ടിരിക്കുന്ന പ്ലാൻ അത് ആദ്യഘട്ടത്തിൽ വെച്ചിരുന്ന ഒരു പ്ലാനാണ്. പക്ഷെ അതിനി പ്രായോഗികമാക്കുക എന്നുള്ളത് അല്പം ശ്രമകരമാണ്. കാരണം ആദ്യ സമയം ഈ ഫയർഫോഴ്സ് വനംവകുപ്പ് അവിടേക്ക് എത്തുമ്പോൾ ആനയ്ക്ക് അനക്കമുണ്ടായിരുന്നു. അത് സ്വയം പുറത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഓരോ മണിക്കൂർ മുന്നോട്ട് തോറും ആനയുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അത് ചലനമറ്റ് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിനെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം ഒരു വളരെ ശ്രമകരമായ സാഹചര്യത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ആനയെ ഈ ഉണർത്താനുള്ള, അത് മയക്കത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ ഉണർത്താൻ മുകളിൽ നിന്ന് വെള്ളമൊക്കെ അതിന്റെ ദേഹത്തേക്ക് തളിക്കുന്നുണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി ഊർജം പകരാനായി വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം
ഇതിന്റെ ദേഹത്ത് പനമ്പട്ടയൊക്കെ ഇട്ട് ഭക്ഷിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള പനമ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി എന്താണ് ചെയ്യാനാവുക എന്നുള്ളതിന്റെ ഒരു ആലോചന കൂടി വനം വകുപ്പ് നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കയറ് കെട്ടി പുറത്തേക്ക് എത്തിക്കാൻ ക്രെയിനിന്റെ ഒക്കെ സഹായത്തോടുകൂടി അങ്ങനെ എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ അത് സാധിക്കാത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന തലകീഴായാണ് കിടക്കുന്നത്. കയറ് കെട്ടി പുറത്തെത്തിക്കണമെങ്കിൽ ആനയുടെ ദേഹം ചുറ്റും ഈ ദേഹത്തിന് ചുറ്റും ബെൽറ്റ് ഘടിപ്പിക്കണം. ആ ബെൽറ്റ് കയറുമായി വടവുമായി ഘടിപ്പിച്ചാണ് ആനയെ അങ്ങനെ ഉയർത്തി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുക. പക്ഷെ അത് ഇവിടുത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ മറ്റു വഴികൾ ഈ സ്വാഭാവികമായി മണ്ണ് മാറ്റി അതുവഴി ആനയെ എടുത്തു മാറ്റുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ആനയ്ക്ക് സ്വയം ഇറങ്ങിപ്പോകാവുന്ന ഒരു വഴി തെളിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഫയർഫോഴ്സ്. ഞാൻ പറഞ്ഞത് ഇപ്പോ ഇത് വല്ലാത്ത അവസ്ഥയായാലോ, ഇതിപ്പോ ആനയുടെ ആരോഗ്യാവസ്ഥ പ്രശ്നമാവുന്നു, ആന ഭക്ഷണം എടുക്കുന്നില്ല, ആന വീക്കാവുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ മണ്ണ് മാറ്റി ഒരു വഴിത്താര പോലെ ഉണ്ടാക്കിയാലും ആനയ്ക്ക് കയറിപ്പോകാനുള്ള ആരോഗ്യാവസ്ഥ നിലവിലുണ്ടോ അശ്വിൻ? അങ്ങനെ ഒരു ആരോഗ്യവസ്ഥ ഇല്ല എന്ന് തന്നെ വേണം ഹാഷ്മി പറയാൻ. കാരണം ആദ്യഘട്ടത്തിൽ മണ്ണ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആന പ്രതികരിക്കാതായപ്പോൾ അതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി പൈപ്പ് വഴി ഹോസ് വഴി ആനയുടെ ദേഹത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്ന ഒരു അവസ്ഥയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വെള്ളം കൂടി കലർന്ന ആന കിടക്കുന്ന ഭാഗം ഇപ്പോൾ ചെളിക്കുളമായി മാറിയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദുഷ്കരമാകുന്നു ആ രക്ഷാപ്രവർത്തനം. ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു പ്രവർത്തനം കൂടുതൽ ദുഷ്കരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ആ JCB ഉപയോഗിച്ച ഈ വശങ്ങളിലുള്ള മണ്ണ് അത് ഇപ്പോൾ ചെളിയായിട്ടുണ്ട്. ആ ചെളി കോരി മാറ്റുകയാണ് നിലവിൽ ചെയ്യുന്നത്. അപ്പോഴും ആന അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരമായ സാഹചര്യം. ഏതെങ്കിലും തരത്തിൽ ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് മാറാനുള്ള ഒരു ആരോഗ്യാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ രക്ഷപ്പെടാനുള്ള വഴി അതവിടെ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് സാധിക്കാത്ത വളരെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാണ് നിലവിൽ ഈ ആനയ്ക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നുള്ളതാണ് വനം വകുപ്പിന് മുന്നിലുള്ള ചോദ്യം. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. മുതിർന്ന ആളുകൾ DFO അടക്കം അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥലത്തേക്ക് എത്തും. അവിടെ ഏതൊക്കെ തരത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമാകും എന്നുള്ളതൊക്കെ മുഴുവൻ വശത്തുകൂടിയും അവർ ആലോചിക്കുന്നുണ്ട്. ആനയ്ക്കുള്ള ഭക്ഷണം, ആനയ്ക്ക് കഴിക്കാനുള്ള പനമ്പട്ടയൊക്കെ അല്പസമയം മുമ്പ് വാഹനത്തിൽ എത്തിച്ചിരുന്നു. പക്ഷെ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല, അത് ഭക്ഷണം എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം. അശ്വിനി, എന്തായാലും ഇപ്പോഴും ഒരു 10 മിനിറ്റായി ആനയ്ക്ക് ഒരു ചലനവുമില്ല. നേരത്തെ തുമ്പിക്കൈയൊക്കെ അനക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഏതു തരത്തിൽ അതിനെ പുറത്തേക്ക് എത്തിക്കാനാകും എന്നുള്ള വലിയ ചിന്ത, വലിയ ആലോചനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ JCBകളുടെയും ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഈ കയർ ഉപയോഗിച്ച് വടം ഉപയോഗിച്ച് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് മറുവശത്തേക്ക് മാറ്റാനാകുമോ, അല്ലെങ്കിൽ ആനയെ നേരെ നിർത്താനെങ്കിലും സാധിക്കുമോ എന്നുള്ള ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. അത് കൂടുതൽ JCB ഒക്കെ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. എന്തായാലും ആ ദൗത്യം, ആ ശ്രമമല്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി.